ഗുരുവായൂർ ശയനപ്രദക്ഷിണം ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തരുടെയും അറിവിലേക്കായി ഭഗവാന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. ശയനപ്രദക്ഷിണം ചെയ്യുന്ന ഭക്തൻ തീർച്ചയായും വ്രതം നോക്കി തന്നെ വേണം വഴിപാട് ഭഗവാന് സമർപ്പിക്കാൻ. 1, 3, 5, 7 എന്നീ ദിവസക്രമത്തിൽ വേണം വ്രതം നോൽക്കുവാൻ. പ്രദക്ഷിണം ചെയ്യുന്നതിന് മുമ്പ് വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പാടില്ല. കാരണം പ്രദക്ഷിണ വേളകളിൽ ഛർദിലും മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാരണം വഴിപാട് തടസ്സപ്പെട്ടേക്കാം. പുലർച്ചെയോ അതു കഴിഞ്ഞോ വൈകുന്നേരമോ വഴിപാട് ചെയ്യുന്ന ഭക്തർ പുതിയ വസ്ത്രം ധരിച്ച് ഭഗവാന്റെ തീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തി ഈറനോട് തന്നെ വേണം കർമ്മം നിർവഹിക്കാൻ. ഇപ്രകാരം വരുന്ന ഭക്തർ കൊടിമരത്തിന് മുമ്പിലായി നിന്ന് ഭഗവാനെ തൊഴുതു നിന്ന് ചെയ്യുന്ന കർമ്മം യാതൊരുവിധ തടസ്സവും കൂടാതെ പൂർത്തീകരിച്ചു തരുവാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണം. ശേഷം കൊടിമര ചുവട്ടിൽ സാഷ്ടാംഗം കിടന്ന് നമസ്കരിച്ച് നാരായണ നാമം ഉരുവിട്ടുകൊണ്ട് ഇടത്തേക്ക് ഉരുളണം. യാതൊരു കാരണവശാലും കൂടെ വരുന്ന ഭക്തർ പ്രദക്ഷിണം ചെയ്തു കൊണ്ടിരിക്കുന്ന ഭക്തനെ പിടിച്ചു ഉരുട്ടാൻ പാടുള്ളതല്ല. പ്രദക്ഷിണ വേളകളിൽ എന്തേലും അസ്വസ്ഥത തോന്നിയാൽ പ്രദക്ഷിണ വഴിയിൽ തന്നെ അല്പനേരം കിടക്കുക. യാതൊരു കാരണവശാലും എഴുന്നേൽക്കാൻ പാടില്ല. ശേഷം വീണ്ടും തുടരുക. ശരിയായ വ്രതവും അകമഴിഞ്ഞ പ്രാർത്ഥനയോടും വഴിപാട് ചെയ്യുന്ന ഭക്തന് യാതൊരു വിധത്തിലും ക്ലേശം ഉണ്ടാവില്ല. ഇപ്രകാരം പ്രദക്ഷിണം ചെയ്ത് കൊടിമരത്തിന് മുമ്പിൽ വന്ന് വഴിപാട് പൂർത്തിയാക്കി തൊഴുതു പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുക. ശേഷം വീണ്ടും തീർത്ഥക്കുളത്തിൽ കുളി കഴിഞ്ഞ് ഭഗവാനെ ദർശിക്കുക. പരിമിതികൾ ഉള്ളതിനാൽ കഴിയുന്നതും ക്യൂവിൽ നിന്നു കൊണ്ട് തന്നെ നാമം ജപിച്ചുകൊണ്ട് ക്ഷമയോട് വേണം ഭഗവാന്റെ തിരുമുമ്പിൽ എത്താൻ. ഒരു പ്രാവശ്യം ഒന്നിൽ കൂടുതൽ റൗണ്ട് ശയന പ്രദക്ഷിണം ചെയ്യുന്ന ഭക്തർ കൂടുതൽ വ്രതശുദ്ധിയോട് വേണം വഴിപാട് ചെയ്യാൻ. ആനപ്പുറത്ത് ഭഗവാന്റെ ശീവേലി എഴുന്നള്ളത്ത് തുടങ്ങുന്ന സമയങ്ങളിൽ ശയന പ്രദക്ഷിണം ചെയ്യാതിരിക്കുക. കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂർ ശയനപ്രദക്ഷിണം ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തരുടെയും അറിവിലേക്കായി ഭഗവാന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. ശയനപ്രദക്ഷിണം ചെയ്യുന്ന ഭക്തൻ തീർച്ചയായും വ്രതം നോക്കി തന്നെ വേണം വഴിപാട് ഭഗവാന് സമർപ്പിക്കാൻ. 1, 3, 5, 7 എന്നീ ദിവസക്രമത്തിൽ വേണം വ്രതം നോൽക്കുവാൻ. പ്രദക്ഷിണം ചെയ്യുന്നതിന് മുമ്പ് വയറ്